എടി ശാന്തെ പത്രം ഇങ്ങ് എടുത്തോണ്ട് വന്നേ. ഇതാ ചേട്ടാ കൊണ്ടുവരുന്നു. ഇതാ പത്രം. ഇതെന്തുവാടി പത്രോ? ഇത് പേപ്പറല്ലേ? നീ എവിടെ നോക്കിയിരുന്നു കൊണ്ടുവരുന്നേ? അയ്യോ മാറിപ്പോയി, സോറി. ഇതാ പത്രം. ഓ എന്തൊക്കെ വാർത്തകളാ! പത്രം തുറന്നാ കൊല്ലും പോലെ. എടി ശാന്തേ, ചേട്ടടി മോന് വേണ്ട ജോലിക്ക് ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമുക്ക് അപേക്ഷിച്ചാലോ? അതെ, ഒരു ജോലിയുടെ ഇന്റർവ്യൂവിന്റെ അപേക്ഷ കിടക്കുന്നു. വാടി, ഓടി വാടി. ജോലിക്കുള്ളതോ? എന്തേ നോക്കിക്കേ. അവനെനിക്ക് ജോലി വേണ്ടാന്ന് പറഞ്ഞല്ലേ നടക്കുന്നത്. ചുമ്മാ ഇങ്ങനെ വായി നോക്കി നടക്കുമല്ലേ. എറണാകുളത്ത് വെച്ച ഇന്റർവ്യൂ, ഏതോ ഉയർന്ന കമ്പനിയില്ല, മാനേജറായിട്ടാ. ആ മാനേജറായിട്ടല്ലേ? നല്ല ശമ്പളം കാണും. എത്ര ഉണ്ടെന്ന് നോക്കിക്കേ. ശമ്പളം 25,000 സ്റ്റാർട്ടിങ്. പിന്നെ 1,00,000 വരെ കിട്ടുമെന്ന് എഴുതിയേക്കുന്നു, അറിയില്ല. എന്തായാലും 25,000 സ്റ്റാർട്ടിങ് ഉണ്ടല്ലോ. മോനെ വിളിച്ചിട്ട് വരട്ടെ. മോനെ അപ്പു, ഓടി വന്നേ. മോനെ ദേ അച്ഛനാണെങ്കിലേ ഒരു ജോലിയുടെ കാര്യത്തിന് കേട്ടോ മോനെ വിളിച്ചത്. ഇതിന് പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു പരസ്യം, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. മോൻ ആദ്യം ഒരു കാര്യം ചെയ്ത് അപേക്ഷാ ഫോം ഒന്ന് ഫില്ല് ചെയ്തിട്ടൊന്നേ അയച്ചു കൊടുത്തേ. അയ്യേ, എനിക്ക് അയ്യേ ജോലിക്കൊന്നും പോവാൻ. ഞാനിങ്ങനെ ആദ്യപാടി നടക്കും, അപ്പോഴല്ലേ ഞാൻ ജോലിക്ക് പോകുന്നത്. അയ്യോ മോനെ, അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. ജോലിക്ക് പോയേ പറ്റുള്ളൂ. മനുഷ്യ അവന് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. നിങ്ങൾ കൂടുതൽ അതിനെ സ്ട്രെസ് ചെയ്യണ്ട. മോനെ അവിടെ നിൽക്ക്, ഹോർലിക്സ് കുടിച്ചിട്ട് പോ. എടി നീ ഇങ്ങനെ അവനെ വളം വെച്ച് കൊടുക്കല്ലേ. കുറച്ചുകൂടെ അവൻ വളരട്ടെ ചേട്ടാ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എടി നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് അവനറിയാതെ ഈ അപേക്ഷ ഫോം ഫില്ല് ചെയ്ത് അയച്ചു കൊടുത്താലോ? ആ അത് നല്ല ഐഡിയ. അവൻ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. ആഹാ, മോൻ എത്തിയോ? കുറച്ച് ലേറ്റ് ആയല്ലോ. എവിടെയായിരുന്നു? ഞാൻ പാർട്ടിക്ക് പോയിരുന്നു. അയ്യോ, നീ കുടിയും തുടങ്ങിയോ? ദാഹിച്ചാ പിന്നെ കുടിക്കല്ലാതെ പിന്നെ എന്തോ ചെയ്യണ്ടേ? കഴിക്കണോ? എടാ, നീ കുടിച്ചു മതിച്ച് വന്നിട്ട് എന്തോ ന്യായം പറയുന്നത്? കയറിപ്പോടാത്ത്. അവനോട് ജോലിക്ക് പോകാൻ പറഞ്ഞപ്പോ അവൻ അത് വയ്യ. കുടിച്ചു മതിച്ച് നടക്കാൻ അറിയാം. അച്ഛനോട് വരട്ടെ, ഞാനിന്ന് നിന്നെ ഇന്ന് ശരിയാക്കി തരും. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ അമ്മേ. അയ്യോ എനിക്ക് വയ്യേ. എന്തെങ്കിലും കഴിക്കാൻ താ, വിശന്നിട്ട് വയ്യേ. എടാ, നിനക്ക് കഴിക്കാൻ തരാം കേട്ടോ. അച്ഛനിങ്ങി വരട്ടെ, നിന്നെ ഇന്ന് ശരിയാക്കി തരുന്നുണ്ട്. അച്ഛനിപ്പോൾ കടയിൽ പോയതേ ഉള്ളൂ. മനുഷ്യനിങ്ങി വരട്ടെ, എനിക്ക് നല്ലത് ഏൽപ്പിച്ച് തരുന്നുണ്ട് കേട്ടോ. നല്ലതോ ഏൽപ്പിച്ചോ? ആ ചിക്കൻ ഫ്രൈ എനിക്ക് അതായാലും മതി. വേറെ എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? എടാ എഴുന്നേക്കടാ, പറയുന്നത് എഴുന്നേക്കടാ. ഓ ഭയങ്കര ക്ഷീണം അമ്മേ. ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. ഓ നേരത്തെ എന്ത് നല്ല ചെറുക്കനായിരുന്നു. ഇപ്പം കൂട്ടുകാരുടെ കൂടെ കൂടി വഷളായി വരിക. ഞാൻ ഇനിയിപ്പോൾ എന്തോ ചെയ്യുന്നത്? അച്ഛനാണെങ്കിൽ എന്തെല്ലാം പ്രതീക്ഷകളാണ് നിന്നെക്കുറിച്ച്. നീ ഇങ്ങനെ ആയിപ്പോയല്ലേ മോനെ. അയ്യോ ഉറക്കം വരുന്നേ. എടി ശാന്തേ, ആ മലക്കറി എടുത്ത് അകത്ത് വെക്കടി, ഞാൻ പുറത്ത് വെച്ചേക്കുവാ. ഇതേ മനുഷ്യനെ നോക്കിക്കേ, എന്തോ നിങ്ങളുടെ മോൻ കാണിച്ചു വെച്ചേക്കുന്നത്. അയ്യോ എന്ത് പറ്റി മോനെ? എന്ത് പറ്റി? എവിടെങ്കിലും വീണോ? ഓ ഞാൻ എവിടെ വീഴാനാ അച്ഛാ? ഈ അമ്മയോട് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറ. വിശന്നിട്ട് വയ്യ, കുടല് കരിയുന്നു. ഇതെന്താണ് മോൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവനെന്താണ് പറ്റിയത്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ മോൻ കുടിച്ചു വന്നിച്ച് വന്നേക്കുവാ. അവനോട് ജോലിക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവൻ അത് വയ്യ. എടി എന്തോ നീ പറഞ്ഞു? ഇവൻ കുടിച്ചെന്നോ? ഇനി ഞാൻ ഇവനെ ശരിയാക്കുന്നുണ്ട്. നീ എന്റെ ഇവനെ വഷളാക്കിയത്. നീ ഹോർലിക്സോ കലക്കി കൊടുക്കടി. അവൻ കുടിക്കുകയല്ല ചെയ്യുന്നതിനപ്പുറം ചെയ്യും. ആ ഇനി നിങ്ങൾ എന്റെ പുറത്ത് കയറിക്കോ. ഞാനാണോ അവനെ കുടിപ്പിച്ചത്? ആണോ? നിങ്ങൾ ഈ പണ്ടെന്ന് കുടിച്ചോണ്ട് വരുന്നത്? നിങ്ങളുടെ കുടി കണ്ടല്ലോ അവൻ കണ്ടുപിടിച്ചത്. എടി അത് ഞാൻ പണ്ടല്ലേ കുടിച്ചു. ഇപ്പൊ എത്ര നാളുകൾക്ക് മുമ്പാണ് ഞാൻ കുടിച്ചത്. ഞാനിപ്പോ കുടിക്കുന്നുണ്ടോടി? അയ്യോ നിങ്ങൾ വഴക്കുണ്ടാക്കാതെ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ. ചിക്കൻ ഫ്രൈ ഒന്നും ഉണ്ട് ഇട്. എടാ നിനക്ക് ചിക്കൻ ഫ്രൈ അല്ലടാ, ഉണ്ട പൊരിച്ച് തരാടാ കേട്ടോ. പക്ഷെ നിങ്ങൾ അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ആദ്യം നല്ല മനുഷ്യനാകണമായിരുന്നു. കുടിച്ചു മതിച്ചെല്ലാം അവനെ കാണിച്ചു കൊടുത്തിട്ട് ഇപ്പം അവനും അത് തന്നെയല്ലേ ഫോളോ ചെയ്യുന്നത്. അയ്യോ അച്ഛൻ മാറി എന്റെ മണ്ടയ്ക്ക് ചവിട്ടാവേ. നിന്നെ ചവിട്ടുമല്ല ചെയ്യേണ്ടത്. പിടിക്കടി, ഇവനെ അകത്തോട്ട് കിടത്താം. കുറച്ച് മോരും കൂടെ എടുത്ത് കൊടുക്ക്. ആ മോരിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. കെട്ടിറങ്ങാൻ മോര് കൊടുത്താൽ മതി എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. എടി നീ കൂടുതൽ വാചകം അടിക്കാതെ അവനെ പിടിച്ച് അകത്തോട്ട് ഓടി. ആ പിടിക്ക്. എഴുന്നേക്കടാ. ആ തൽക്കാലം ഇവിടെ കിടക്കട്ടെ അവൻ. എന്നാലും എന്റെ കൊച്ചു ഇങ്ങനെ ആയിപ്പോലെ. ഞാൻ രാവിലെ ഒരു നല്ല കാര്യം ഇവനോട് പറഞ്ഞിട്ട് ഇവന് അതൊന്നും ചെയ്യാൻ വയ്യ. നീ കുടിച്ചു മതിച്ച് നടക്കുന്നു. എടി നീ വായ നോക്കിക്കേ, പോയി മോരെടുത്തോണ്ട് പാടി. ആ നിങ്ങൾ അടങ്ങ്, ഞാൻ എടുത്തോണ്ട് വരാം. എന്നാലും എന്റെ കൊച്ചു ഇങ്ങനെ ആയിപ്പോയില്ലോ. അയ്യോ അയ്യേ ഉറക്കം വന്നിട്ട് അയ്യേ വിശക്കുന്നേ. മാറി നിൽക്കും മനുഷ്യ, അവന് ഞാൻ കൊടുക്കട്ടെ മോര്.
എന്നാടാ നിന്റെ മോര്. അയ്യോ നീ എന്ത് പണിയാ അവന്റെ തലയെ കൊണ്ട് ഒഴിച്ചത്? നിനക്ക് ഇങ്ങനെ തന്നെ വേണോടാ, നീ ഇതുകൊണ്ടെങ്കിലും പാഠം പഠിക്കണം. എന്നാലും നീ എന്ത് വെള്ളം അടിയോ അവന്റെ തലയെ കൊണ്ട് ഒഴിച്ചത്? മീൻ വെട്ടിയ വെള്ളം. എന്താ നിനക്കും വേണോ?